ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കായാലും അതുപോലെ തന്നെ രാവിലത്തേക്കായാലും ഒക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുക വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തു വിടാനും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ലേ, ഒന്ന് ലൈക്ക് അടിച്ചേക്കണം, മറന്നു പോവാണ്ട്. ആദ്യം തന്നെ നമുക്ക് പുഴുങ്ങലരിയാണ് കേട്ടോ വേണ്ടത്. പുഴുങ്ങലരി എന്ന് പറഞ്ഞാൽ ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അരമണിക്കൂർ മുമ്പ്. ഇപ്പോൾ റേഷൻ കടയിലത്തെ അരിയാണിത്. അപ്പോൾ ഇത് ഞാൻ ചൂട് വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളമില്ലേ അതിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ കാസ്ട്രോളിൽ തന്നെ ആക്കണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. കാസ്ട്രോള് മൂടിയിട്ട് വെക്കുക. അപ്പം നമ്മൾ അരമണിക്കൂർ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലോണം കുതിർന്ന് തന്നെ വരും കേട്ടോ. അപ്പം നമുക്ക് അടിച്ചെടുക്കാൻ നല്ല പാകത്തിനായിട്ട് വരും. റേഷൻ കടയിലെ പുഴുങ്ങലരി എന്ന് പറഞ്ഞാൽ മൂടരിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പൊന്നിയരി വേണേൽ പൊന്നിയരി ഉപയോഗിക്കാം. അരി കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടിയത് കേട്ടോ. കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലാണ്ട് ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുക. ഇനി ഈ പത്തിരിപ്പൊടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. കുക്കറൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടിപ്പോണ്ട കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചോന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് ചോന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 ചെറിയ തക്കാളിയാണ് എടുത്ത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണും മുളക് പൊടിയാണ് കേട്ടോ. വേറൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ല നെയ്യ്, പശു നെയ്യില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 kg അത് രേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കയ്യിലുണ്ടെങ്കിൽ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കേട്ടോ, രേഷം മതിയാവും. നമുക്ക് പത്തിരിയിലേക്ക് വേണ്ട ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടോ. ഇനി ഇതുപോലത്തെ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ആവിച്ചമ്പിലേക്ക് മാറ്റി കൊടുക്കട്ടെ. പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉറപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ലേശം ഉറപ്പാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പം നമ്മളെ പത്തില് നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കുക. പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇല വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ കറി എന്ന് പറയാൻ പറ്റില്ല, മസാല കേട്ടോ. കറിയാകുമ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഇടണമല്ലോ. മസാല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുകി വന്നപ്പോൾ ഇതുപോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാന്ന് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. എളുപ്പമല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.